ഞാൻ ഇതാ വണ്ടി കുട്ടപ്പനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പച്ചി ഈ വണ്ടി എടുത്ത് നാശാക്കും. സ്ഥിരമുള്ള പരിപാടിയാണ് ഗൈസ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാസിൻ വ്ലോഗ്സ് ഫാമിലി. അപ്പം എന്തമ്മ പറയാനുള്ള ഉപ്പച്ചിക്ക്? ഇതാണ്ടോ ഞാൻ ഇത് രാവിലെ ഇഷ്ടപ്പെട്ടു. നിങ്ങളോ? എന്താ പ്രശ്നം? എന്താണ്? ഈ ഫുട്ബോൾ കൊടുക്കാൻ പോയതാണ് വണ്ടിന്റെ കോലം. അങ്ങനെ എന്താ ചളിയായി? അല്ല ലൂയി, എന്നോട് ചോദിക്കട്ടെ, വണ്ടി ആവുമ്പോ കുറച്ച് ചളിയൊക്കെ ആവൂലേ? ആവൂലേ? അതിനിപ്പോ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഉണ്ട്. എന്നാ ഒരു ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുക്കുന്നാ ഓക്കെ. സോ ഗൈസ്, അക്കീർ ഇവിടെതാ നായനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഹൗ മച്ച് യുവർ സാലറി പെർ ഡേ? 20,000. Oh, too much. Good worker, okay? Where are you from? I'm from China. China. Hindi. Thoda. The thing is, if we use this, see, we love dogs, okay? Only there are some people who eat dogs, but we love dogs. Okay. But this dog always in the cage. So if he comes out, destroying everything. Yes. That is why always in the cage. I took out once, now I don't take the risk. Okay. ചെക്കൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? പിന്നെ ഒരു പട്ടീനെ തിന്നൂല, എല്ലാരും തിന്നൂല, കുറച്ച് പേര് നഗലെല്ലാം തിന്നു. ഏത്? എന്തിനാ? ബൈക്കൊക്കെ കഴുക? ഇല്ല. അപ്പൊ എന്താണ് ലൂയി പറയൂ. ഒരു ഉമ്മ കൊടുക്ക്. ഒന്നും കൂടി കൊടുക്കേ. ഒന്നും കൂടിയോ? ഒരു ഉമ്മ കൊടുക്കും. മാമനൊരു ഉമ്മട്ട്. പിന്നെ എന്താട്ട് ഈ ദിവസം കുളിക്കണോൽക്കേ ദിവസം വണ്ടി ആകാൻ തോന്നുള്ളൂ. അതൊന്നല്ല, ആർക്കറിയാം. അപ്പൊ ഉപ്പച്ചി ദിവസം കുളിക്കലില്ല. ദിവസം കയറുണ്ടേ. എവിടെ ദിവസം കയറുണ്ട്, പക്ഷെ എനിക്ക് ബസ് പോണോണ്ടാണ്. ഈ വണ്ടി വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കഴുകി, അതിനാണ് ഇപ്പൊ ഇത്രയും ഡയലോഗുകൾ ഇവിടെ അടിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ഈ വണ്ടി കൊടുത്താലോ? ഗൈസ്, ഞങ്ങൾ ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരെങ്കിലും വേണമെങ്കിലൊക്കെ മെസ്സേജ് അയക്കും. ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം അല്ലേ? 3 ലക്ഷം അല്ലേ? 3.5 കിട്ടൂല. 3 ലക്ഷം അതൊരു മാന്യമായിട്ടുള്ള റേറ്റാണ്. 2012 മോഡൽ, പുതിയ 4 ടയറ്, 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പണി കാര്യങ്ങളൊന്നുമില്ല. 1,07,000. 1.10 ആ ലെവലിൽ ഓടിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ സെക്കൻഡ് ഓണറാണ്. ഇനി എടുക്കുന്ന ആൾ തേർഡ് ഓണറായിട്ട് ഓണർഷിപ്പായിട്ട് മാറും കേട്ടോ. പറയൂ ഗുണ്ടു, എന്താ പറയാനുള്ളത്? കണ്ടോ, പുതിയൊരു വണ്ടി എടുക്കുക. അതന്നെ, പുതിയൊരു വണ്ടി എടുക്കുക എന്നുള്ളൊരു ആലോചന ഉണ്ട്. അപ്പൊ ഇത് സ്വന്തമല്ലേ? ഇത് നിന്നെ കൂട്ടാതെ സ്വന്തമായിട്ട് എടുക്കുമെന്ന് അല്ല, അപ്പൊ ഇതിൻ്റെതാ? അങ്ങനെയല്ല, നിന്നെ കൂട്ടിയാന്നറിയോ? ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലോ, ഓട്ടോറിക്ഷ ഇത് പാരത്തോ ആരെ പേരിലെ വണ്ടി? എന്നിട്ടാണ് അമ്മമാരുടെ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാന്ന്. ഇത് റംല ബഷീറിന്റെ പേരിലുള്ള വണ്ടിയാണ് കേട്ടോ. ഉമ്മാന്റെ പേരിലാണ് വണ്ടി ഉള്ളത്. നമ്മൾ എടുത്തപ്പോൾ മുതൽ ഉമ്മാന്റെ പേരിലാണ്. സോ ഗൈസ്, നമ്മളെന്താക്കും? 20,000 രൂപ. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കാറ്, വീട്, ഇതൊക്കെ എന്റെ അധ്വാനാണ്. നിങ്ങൾക്കൊന്നും ഓരോ അധ്വാനം ഇല്ല. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കോട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ പറഞ്ഞത് എനിക്ക് കൊടുക്കുകയാണെങ്കിൽ തരികയാണെങ്കിൽ ഈ എടുത്തോ. സോ ഗൈസ്, ഞങ്ങൾക്ക് പിന്നെ വേറൊരു വീട് കൂടി ഉണ്ട്. ഇവിടെ അല്ല, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് കോട്ടേഴ്സാണ്. അത് ഞാൻ ഒരു നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോലെ നമുക്ക് മൊത്തത്തിൽ കോട്ടേഴ്സിൻ്റെ
നാളെയാ നമ്മളെവിടൊക്കെ താമസിച്ച് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പോകുന്നുണ്ട് വെള്ളം എടുക്കാൻ പറ്റുമോ? വേണം എടുക്കാം. നമ്മൾ ഈ വീട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മുന്നേ ഞങ്ങൾ എവിടെയൊക്കെ താമസിച്ചു. ഇപ്പം എനിക്ക് 30 വയസ്സായില്ലേ. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് നമ്മളിവിടെ വരുന്നത്. 21ാമത്തെ വയസ്സ് മുതൽ ഞാനിവിടെ മോനെ. അപ്പം അതുവരെ ഞങ്ങൾ എവിടെയൊക്കെയാണ് താമസിച്ചത്? ഞങ്ങൾ ശരിക്കും 4 വീട്ടിലെങ്ങനെ താമസിച്ചിരിക്കണേ. ഇത് 5ാമത്തെ വീടാണ്. അപ്പം അതെങ്ങനെയായിരുന്നു, ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരിക്കണേ, അതൊക്കെ എങ്ങനെയായിരുന്നു, ഇതൊക്കെയുള്ള ജേണി എന്നുള്ളതൊക്കെ നമ്മൾ നാളത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തത്തിൽ. ബംഗാളി ചപ്രി ഉധർ ക്ലീൻ नहीं है ना? No food. थोड़ा जल्दी करो. Already 20 days. Now no cleaning, no food. ഓൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ Pehla salary. पहले कुछ नहीं देगा, फर्स्ट वर्क. No, you work. No. പിന്നെ ചെക്കൻ പറയണത് 20 ദിവസമായി വന്നിട്ട് ഇനി മുതൽ ഫുഡ് കിട്ടൂല വർക്ക് എടുത്തിട്ടില്ലെങ്കിൽ എന്നുള്ളത്. അതൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യൂട്ടോ ചെറുതായിട്ടെങ്കിലും. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. ഇന്നലെ പച്ചക്കറിയൊക്കെ മേടിച്ചു വന്നിക്കണേ. വണ്ടി ഞാൻ കഴിയില്ലേ, പിന്നെയും കഴിയും, വീണ്ടും കഴിയും. ഇന്ന് ബേക്കിൽ വന്നിട്ട് രാവിലെ തന്നെ ഓൻ തന്നെ കാച്ചിച്ച് ചായ എന്നിട്ട് വന്നിട്ട് ബേക്കൊക്കെ അടിച്ചു വരി ക്ലീൻ ആക്കുന്നുണ്ട്. അത് ഓൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമല്ലോ ഇതേപോലെ. അപ്പം സ്വാഭാവികമായിട്ടും 1, 2, 3, 4 ദിവസം കഴിയുന്നവരെ ആ വീട്ടിലത്തെ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോ മുഖത്ത് ചില വീടുകൾ കേട്ടോ, ചില വീട്ടുകളിൽ ഓരോ മുഖത്ത് നമുക്ക് എക്സ്പ്രഷൻ മനസ്സിലാവും, ഇവനെന്താ പോവാത്തതെന്നുള്ള രീതിയിൽ. അപ്പം അക്കീറിന് അപ്പോൾ നമുക്കൊരു ഉള്ളിലുണ്ടാവും. നമുക്കാണെങ്കിൽ പോകാനും തോന്നുന്നില്ല, അവിടെ കുറച്ച് ദിവസം കൂടി നിന്നാന്ന് കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഓരെന്ത് വിചാരിക്കും, ആ വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ഇത് എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ആഫ്രിക്കയിലായാലും കുറേ സ്ഥലത്തൊക്കെ ഞാൻ 25-30 ദിവസമൊക്കെ ഒരു വീട്ടിൽ തന്നെ താമസിച്ചിരിക്കണേ. അപ്പം ഓരിങ്ങനെ വിചാരിക്കും ഇവനെന്താ ഈ പോവാത്ത, ഓർക്കാണെങ്കിൽ ഇറക്കി വിടാനും പറ്റണില്ല, ഞാനിട്ട് പോകണമില്ല. അപ്പോൾ നമ്മളൊരു അവിടെ എന്താക്കും, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പണികളൊക്കെ എടുക്കും, ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും, പിന്നെ ആ വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഓർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. നമ്മൾ ഓരോ ഇങ്ങനെ ഊറ്റുകയെന്നുള്ളത് തോന്നില്ലല്ലോ. അപ്പം അക്കീറിന് ആ ഒരു മടിയുണ്ട്. അക്കീർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും അവന്, പിന്നെ ഞാൻ ഇവിടെ നിൽക്കണേന് കുഴപ്പമുണ്ടോ? ഞാൻ പറയാം എനിക്ക് എന്താണ് എൻ്റെ വീടായിട്ട് കരുതിക്കോ, എത്ര ദിവസം വേണമെങ്കിലും വന്ന് നിന്നോ, നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അക്കുവിൻ്റെ റൂം, അനിയൻ്റെ റൂമിൽ കിടന്നുറങ്ങുക, എണീക്കുക, ഞങ്ങളിങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാം. പിന്നെ ഞാനും അക്കീറും അടുത്ത ആഴ്ച മുതൽ ഒരു ഓൾ കേരള ട്രിപ്പ് അടിക്കാനുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആരെങ്കിലും നമ്മളെ മീറ്റ് ചെയ്യുക. ഞാനും അക്കീറും മാത്രമേ ഉണ്ടാവുള്ളൂ, ഉമ്മയൊന്നും ഉണ്ടാവില്ല. ഞാനും അക്കീറും നമ്മളെ ബൈക്കിൽ ഓൾ കേരള ട്രിപ്പ് അടിക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ മീറ്റ് ചെയ്യാനും നിങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. നമ്മൾ ആ സ്ഥലത്ത് വന്നിട്ട് പിന്നെ അതൊക്കെ കാണും, അടിച്ചു പൊളിച്ച് കാണും. പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളെ വീട്ടിൽ താമസിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ താമസിക്കും ചെയ്യും കേട്ടോ. അങ്ങനത്തെ വിഷയമൊന്നുമില്ല, അത്ര വലിയ ജാടൊന്നുമില്ല. പുറത്തേ നിൽക്കുള്ളൂ, 5 സ്റ്റാർ ഹോട്ടലിലേ നിൽക്കുള്ളൂ എന്നൊന്നും ഉണ്ടാവില്ല. ഫുഡ് എന്നാൽ അതും കഴിക്കും. അപ്പം ഞാൻ അക്കീറും ഓൾ ഇന്ത്യ ട്രിപ്പ് കൊണ്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇപ്പോൾ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഇങ്ങനെ പോയിട്ട് കോളായിരിക്കും. പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ അയക്കുകയാണെങ്കിൽ നല്ല നല്ല സ്പേസുകൾ നമ്മളിവിടുന്ന് ഉദ്ദേശിക്കുന്നത് നേരെ പിന്നെ കൊച്ചി, അതായത് കൊച്ചിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ ജില്ലയുടെ പേരും പറയാനില്ല. പിന്നെ അവിടുന്ന് തിരുവനന്തപുരം, കന്യാകുമാരി, ധനുഷ്കോടി, മധുരൈ, കോയമ്പത്തൂർ, പിന്നെ അവിടെ നിന്ന് ഊട്ടി, വയനാട്. ഈ ഒരു ട്രിപ്പാണ്, ഒരു 10-15 ദിവസത്തെ ട്രിപ്പാണ്. ഒരു സൗത്ത് ഇന്ത്യൻ നാഗ ട്രിപ്പ്. നാഗ NA ഫോർ നാഗാലാൻഡ്, KA ഫോർ കേരള, നാഗ കേരള ട്രിപ്പ്. അപ്പോൾ അതാ വൈകിട്ടായി, ഇതാ ചായ കുടിച്ചിരിക്കുകയാണ്. നെയ് ഇപ്പം മഴ പെയ്യും. മായ എവിടെയും ചോദിച്ചു. മഴ എവിടെ പോയി? മായ പോയാ കുട്ടിയൊക്കെ സുഖമില്ല. മായൻ്റെ കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മായ വീട്ടിൽ പോയതാണ്. ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് നിർത്താൻ പറയും. ഇപ്പം മഴ പെയ്തൊക്കെ ഒലിച്ചു, വെറുതെ തന്നെ വള്ളം കലിയാണ്. ആക്കെ പോവും. ഇവിടുത്തെ മഴയന്മാര് മഴ വെച്ചിട്ടാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ പുറത്ത് വന്നിരിക്കുക. വി ആർ കെയിം ടു ഹിയർ ടു ഷൂട്ട് എ വീഡിയോ വിത്ത് ചപ്രി. ഇവന്ന് ബംഗാളിയാണ് വീട്ടില്. ഫുൾ പണിയെടുക്കുക, പട്ടീനെ കുളിപ്പിക്കുക, പിന്നെ മുറ്റം വൃത്തിയാക്കുക. ടുഡേ യു ആർ
worker in my home. Yeah. Doing cleaning, dog. No problem, man. Without work, Time there is, spending. there is no place to eat. Yeah. And No, now no, no, no. it's like working at my home. Okay, okay. My father, my mother, same. സോ ഗൈസ് ദിസ് ഈസ് അച്ചു മണ്ണപ്പൻ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, എല്ലാം എഡിറ്റർ. പുള്ളി ഇതാ ഓൻ്റെ ജീപ്പാണിത്. ഇവന് ഒരു റീൽ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ വയനാട്ടിൽ ആരൊക്കെങ്കിലൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, എടാ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം. ഇവനെ കോണ്ടാക്ട് ചെയ്തോ. I think VDX. ക്യാമറ തൽക്കാലം എൻ്റെ കയ്യിലില്ല. പകരം ഓൻ്റെ ഫോണിലൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ ക്യാമറയിൽ കൂടി ഓനെ കൊടുക്കുകയാണെങ്കിൽ ഓൻ സെറ്റാക്കി തരും. എഡിറ്റിങ്ങും വീഡിയോഗ്രാഫി ഒക്കെ പൊളിയാണ്. സോ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കട്ടോ. പൊളിക്ക് വേണ്ടി ഇതാട്ടോ. ഇത് നമ്മളെ പുരേൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. So guys, I'm ready for making a video right now, and I will upload it in my Instagram. Please go and check out my Instagram page, okay? Bye. Swagaram. ഓനവൻ്റെ വ്ളോഗ് ചെയ്യുക. അത് നമ്മൾ കോപ്പി അടിച്ചാണ്. Done. ഓട്ടം കണ്ട് How? Tell me. Just go. Just go. I'm going to Nagaland. Just go. എന്തൊക്കെയാ സംഖ്യയുണ്ട്. ഒരു റീലെടുക്കണം എന്തോരം ബുദ്ധിമുട്ടാന്ന് നോക്കി നിങ്ങൾ. This guy Nagaland. യു പ്രൊഫഷണൽ ആക്ടർ. Yeah, like this. ചപ്രേ. Hey, stop man, bro. സോ ഗൈസ് നമ്മളൊരു ഫോൺ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. S25 Ultra. ഇതാണ് ഞാൻ സെക്കൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺ. അല്ല ഗൈസ്, നമ്മൾ A16 5G ഇതെൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് എടുത്ത സിമ്മാണ്, അല്ല ഫോണാണ്. അതായത് പിന്നെ ഞാൻ സ്റ്റഡി ഇൻ്റർനാഷണൽ, സ്റ്റഡി ഡൊമസ്റ്റിക്കും ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ, അതുപോലെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ. ഇവിടത്തേക്കൊക്കെ MBBS പഠിക്കണമെങ്കിലും, ഇവിടെ ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും ഈ കാണുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പൊട്ടിക്കട്ടെ? കമോൺ. ആ പിന്നെ എല്ലാം ഇത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ, എഡിറ്റ് ചെയ്യുന്ന വീഡിയോ. ഞാൻ ഓണർ, ഈ ഷോപ്പിൻ്റെ ഓണർ. തരൂ. ഒരു വിലയില്ല, വേണമെങ്കിൽ ഇതൊന്നും വരാത്ത കാണുന്നുണ്ട്. ഞാനങ്ങനെ ഓഫാക്കിയിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞാൽ താനെ. പണ്ട് സാംസങ്ങിൽ വർക്ക് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്പെക്ക് ഒന്ന് പറഞ്ഞുതരാം. സ്പെക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ. ഓക്കെ. അപ്പം A16 5G LED ഡിസ്പ്ലേ. പിന്നെ കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞ് അല്ലല്ല, എന്താ കിട്ടുന്നില്ല. അപ്പം ഇതാണ് നമ്മളെടുത്ത ഫോൺ, A16. എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാം, മതി. ഫോണായോ? സോ ഗൈസ്, നമ്മളെ ഫോൺ ഏതാണെന്നൊന്ന് പറഞ്ഞുതരാം. സാംസങ് A16 5G കേട്ടോ. ഇതിന് 3 വേരിയൻ്റ് ഉണ്ട്. എൻ്റെ 6GB 128 വേരിയൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് LED ഡിസ്പ്ലേ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 13 MB, ബാക്ക് ക്യാമറ 50 MB. ആക്സസും ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ അതിൽ. വേണ്ട, ഫെഡറൽ കൊടുത്തോ. ഞാൻ കൊടുക്കണേ കൊടുത്തോ. ഫെഡറൽ മതി, ഫെഡറൽ മതി. ഓണ. സോ ഗൈസ്, നമ്മൾ ഇന്ന് എടുത്ത ഫോൺ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ A16 5G. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം ഉണ്ടാവും, വേറെ കുറേ കമ്പനീസ് ഇല്ലേ, എന്തുകൊണ്ട് സാംസങ് എടുത്തതെന്ന്. ഞാൻ പണ്ട് മുതലേ ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, OnePlus യൂസ് ചെയ്യുന്നുണ്ട്, റെഡ്മി യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം സാംസങ് ആണ്. പണ്ട് മുതലേ ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്ത ആൾ കൂടിയാണ് കേട്ടോ. പണ്ട് 1 വർഷത്തോളം ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ പണ്ട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് എനിക്ക്. നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. LED ഡിസ്പ്ലേ ആയിരുന്ന
സാംസങ്ങിൻ്റെ പൊട്ടിക്കട്ടെ എവിടെ പൊട്ടിക്കാം ഇത് പൊട്ടിക്കാനൊരു ഇതം കിട്ടുന്നില്ലല്ലോ ബ്ലേഡ് വെച്ചിട്ടല്ലേ ആ ഐഫോൺ പറിക്കണ പോലെ പറിക്കാൻ പറ്റില്ല അല്ലല്ലേ ബ്ലേഡ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ട് കേട്ടോ ഇത് എടുക്കാനായിട്ട് അതെ ഇത് വേണം മറ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റോറും കാണിക്കണം ഓ അതെല്ലാം കാണിച്ചു ഓക്കെ ഗൈസ് ആ അടിയില്ല ഓക്കെ സോറേ ആ രസമുണ്ടല്ലോടാ ഒരു നല്ലൊരു സ്ക്വയർ അങ്ങനെ രസമുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി ഫോൺ ഓക്കെ ഇപ്പം നാളെ മുതൽ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്തായിരിക്കും ഈ ഫോൺ ഉണ്ടാവുക ഷോപ്പിൻ്റെ ഉള്ളിലൊന്ന് കാണിക്കും ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പറ്റ ന്യൂ ഹോട്ടലിലെ നേരെ ഓപ്പോസിറ്റുള്ള സാംസങ് ഇതാണ് ഇതിൻ്റെ മെയിൻ മുതലാളി. പിന്നെ ഞാനിത് ഈ ഫോൺ എടുത്തത് ബജാജ് ഫിനാൻസിലാണ്. കാരണം എനിക്ക് ഇന്നേ വരെ ഒരു അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് കാർഡില്ല. അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യം എനിക്കുണ്ട്. പിന്നീട് ആവശ്യം വരുമല്ലോ. ബജാജ് എടുത്തിരിക്കുക മാസം 2000 റുപ്യ എങ്ങനെ കൊടുത്താൽ ഹൈ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളുണ്ട് കേട്ടോ. ആരെങ്കിലും വരികയാണെങ്കിൽ എല്ലാം ഞാൻ അങ്ങനെ സെറ്റ് മാനേജ് ഞാൻ സാംസങ്ങിൽ മറന്നൊക്കെ അല്ല വർക്ക് ചെയ്തൊക്കെ മറന്നുപോയി ഗൈസ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താ അന്നും ഇന്ന് മൂപ്പര് വലിയ സീനിയോറിറ്റി ഉള്ള സാംസങ്ങിൻ്റെ ഹെഡ് ഇവിടുത്തെ വയനാട് ജില്ല ഹെഡൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താ ചെയ്യാ S25 അൾട്ര S25 ഇതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഫോണാണ്. ഫ്ലിപ്പ് ഓഫർ ഉണ്ടോ S25? 24 മന്ത് EMI ഡൗണോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒന്നും വേണ്ട, സീറോ നല്ല ഇതുണ്ടെങ്കിൽ സിവിൽ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സീറോ. ഓക്കെ. ബജാജ് അല്ലാതെ വേറെ ഇതുണ്ടോ? സാംസങ് ഫൈനാൻസ് ഉണ്ട്, HDB ഉണ്ട്, HDFC ഉണ്ട്, TVS ഉണ്ട്, എല്ലാ ഫൈനാൻസും. ഓക്കെ. ചിലവർക്ക് ഉണ്ട് പിന്നെ ബജാജ് കിട്ടാത്തവർ അവർക്ക് ഇന്നെ പറഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അതാ നമ്മളെ ഫോൺ. ആ ബജാജിൻ്റെ ആളവിടുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെവിടെ ക്യാമറ? ഓക്കെ. ബാക്ക് ക്യാം, ഫ്രണ്ട് ക്യാം, അതിൽ സെൽഫി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൗച്ച് ചാർജർ ഇതൊക്കെ സെറ്റ് ആക്കട്ടെ. ഫിംഗർ പ്രിന്റാ? സൈഡിൽ ഫിംഗർ ഏത്? ഓക്കെ. ഈ സാധനം കേട്ടോ ഫിംഗർ വരുന്ന ഈ ഒരു സാധനം, ചെറിയൊരു ബട്ടൺ. നല്ല രസമുണ്ട് കേട്ടോ. ഒരു പെട്ടി ഫോൺ, വലിയ ഫോണുമാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ്, സ്റ്റഡി ഡൊമസ്റ്റിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ വിളിക്കും, ഇല്ലെങ്കിൽ സ്റ്റാഫിനെ വിളിക്കുക, ഫുൾ ഡീറ്റെയിൽസ് പറയാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അവിൽ മിൽക്ക് കുടിക്കാനാണ്. ദിസ് ഈസ് റോയൽ അവിൽ മിൽക്ക്. പൊളി. ഇവന് എത്ര വയസ്സുണ്ടാവും എല്ലാവരും കമന്റ് ചെയ്യണേ. കണ്ടു കഴിഞ്ഞാൽ ഒരു 40 തോന്നുമെങ്കിലും 18 ചെയ്യാത്ത ആൾക്കാരൻ പയ്യനാണ് അവൻ. ഇതാണ് ഞങ്ങളെ കൽപ്പറ്റ. സോ ഗൈസ്, മണ്ണപ്പം പോവാണ്. ടാറ്റാ. മണ്ണപ്പം പോയി നമ്മളിതാ
ദിസ് ഈസ് മിഷാർ ഷിബിലിഖാൻ്റെ ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവോ X90 100 X200 Pro. X200 Pro ഭയങ്കര സൂമിങ് ഓപ്ഷനുള്ള ഫോണാട്ടോ അത്. നോക്കാം, നമ്മളെ സാംസങ് S25 പോലെ തന്നെയാണ് ഉണ്ടോ, ഒറ്റ പോക്കായിൽ സൂമിങ്. ഇനിയും പോട്ടോ, ഇനിയും കൂടുതൽ പോകും. ഏതോ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ മുട്ടായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്ക് വിരിഞ്ഞ് വിരിഞ്ഞ് വരും. ആ സെറ്റപ്പാണ്. അപ്പോൾ എപ്പോഴാണ് അത് കൊയിഞ്ഞ് വെക്കുക? രാത്രി 12 മണിയാകുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളറിയില്ല. കൊയിഞ്ഞ അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും അല്ലേ? നമ്മൾ ഉറങ്ങിപ്പോകും. പിന്നെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അത് മുട്ടായി കിടക്കുന്നുണ്ടാവും. ചലോ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്താ സാംസങ്ങിൻ്റെ കടയിൽ നിന്ന് ഒരു ഫോൺ വാങ്ങി നിങ്ങൾക്ക് കമ്പനിക്ക്. അങ്ങനെ കമ്പനി ഇല്ലല്ല ഇതിൽ. സോ നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടാറ്റ ബൈ ബൈ. ഷിബിലിക്ക ടാറ്റ.